അബ്രഹാമിന്റെ കാര്യമാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് കടന്നു വന്നവർക്കെല്ലാവർക്കും ഈ മീറ്റിംഗ് വളരെ അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് എത്ര സമയം ഞാൻ എടുക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. കാര്യം ഞാൻ വീട്ടിലല്ല, ഞങ്ങളുടെ അവിടുന്ന് ഏകദേശം ഒരു 600 കിലോമീറ്റർ അപ്പുറത്ത് ഉള്ളൊരു സ്ഥലത്താണ്. ഞങ്ങളുടെ സഹോദരന്മാരുമായി അവിടെ ഒരു ആവശ്യത്തിന് വേണ്ടി വന്നതാണ്. എങ്കിലും ക്ലാസ് മുടക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാനിന്ന് കയറി. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് ഈജിപ്റ്റ് അബ്രഹാമിനെ ഹോണ്ട് ചെയ്തത്, അല്ലെങ്കിൽ തുടർന്നുള്ള ദിവസങ്ങളിൽ എങ്ങനെയാണ് ഈജിപ്റ്റ് അബ്രഹാമിൻ്റെ ജീവിതത്തിൽ വരുത്തിയ മാറ്റങ്ങൾ എന്നൊക്കെ നമ്മൾ കണ്ടു. ലോത്തിനെ പറ്റി നമ്മൾ ചെറുതായിട്ടൊന്ന് പഠിച്ചു. ഇനി തുടർന്ന് നമ്മൾ പഠിക്കും. എന്നാൽ ഈജിപ്റ്റിനെ പറ്റി ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ പറയുവാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. എന്താണ് ഈജിപ്റ്റ് എന്നുള്ളത്? ഈജിപ്റ്റിനെ പറ്റി നമ്മൾ ബൈബിളിൽ പഠിച്ചു കഴിഞ്ഞാൽ അത് അന്നത്തെ കാലത്ത്, പണ്ട് കാലത്തെ ഏറ്റവും വലിയ ശക്തിയുള്ള രാജ്യങ്ങളിൽ ഒന്നായിരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ആ കാലഘട്ടത്തിലെ ശക്തമായ രാജ്യങ്ങളിലൊന്ന്. ഇന്നിപ്പം നമുക്ക് പറയണമെങ്കിൽ അമേരിക്കയെ പോലെ, അല്ലെങ്കിൽ റഷ്യയെ പോലെ, ചൈനയെ പോലെ എന്നൊക്കെ പറയാൻ പറ്റുന്ന വലിയ സൈനിക ശക്തിയുള്ള രാജ്യങ്ങളിലൊന്ന് ഈ ഈജിപ്റ്റ് എന്ന് പറയുന്ന രാജ്യം നമ്മുടെ പൂർവ്വപിതാക്കന്മാരായ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ, ഈ യോസഫിൻ്റെ ജീവിതത്തിൽ, അതുപോലെ യാക്കോബിൻ്റെ ജീവിതത്തിൽ, മോശയുടെ ജീവിതത്തിൽ എന്നിവരുടെ ജീവിതത്തിൽ ദൈവം ഈ ഈജിപ്തിനെ ഉപയോഗിച്ചു, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ അവരെ പണിയുവാൻ ദൈവം ഈ ഈജിപ്തിനെ ഉപയോഗിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അബ്രഹാമിൻ്റെ കാലഘട്ടത്തിൽ അബ്രഹാം ഈജിപ്തിലേക്ക് പോയി, യോസഫിൻ്റെ കാലഘട്ടത്തിൽ പോയി, അപ്പോൾ തന്നെ യാക്കോബിൻ്റെ കാലഘട്ടത്തിൽ പോയി. പിന്നീട് നമുക്കറിയാം ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് മടങ്ങി വരുന്നതിനെയൊക്കെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈജിപ്തിൻ്റെ ആത്മീക അർത്ഥങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, ഈജിപ്ത് പാപത്തിൻ്റെ അടിമത്തത്തെ നാം കാണിക്കുന്നു. ഈജിപ്ത് കാണിക്കുന്നത് പാപത്തിൻ്റെ അടിമത്തം. നമുക്കറിയാം ഇസ്രായേൽ മക്കൾ 430 സംവത്സരം, 400 വർഷത്തോളം ഇസ്രയേലിൽ മക്കൾ മിസ്രൈമിൽ അടിമകളായിരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പാപത്തിൻ്റെ അടിമത്തം. അപ്പം പാപത്തിൻ്റെ അടിമത്തത്തിൻ്റെ പ്രതിദാനമായി നമുക്ക് ഈജിപ്തിനെ കാണാൻ കഴിയുന്നു. എക്സോഡസ് 20-ാം അധ്യായം, പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 2-ാം വാക്യം ഒന്ന് വായിക്കാമോ? പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 20-ാം അധ്യായം 2-ാം വാക്യം. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 2-ാം വാക്യം. ദൈവം ഈ വചനങ്ങളൊക്കെയും അരുളി ചെയ്തു, അടിമ വീടായ മിസ്രയീം ദേശത്ത് നിന്ന് നിന്നെ കൊണ്ടുവന്ന യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു. ഇവിടെ മതി ഇവിടെ പറയുന്നത്, ആ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇവിടെ പറയും അടിമ വീടായ മിസ്രൈം. കണ്ടോ? അത് അടിമയാക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ എന്നെന്നും തളച്ചിടുന്ന ഒരു സ്ഥലം, അല്ലെങ്കിൽ ഒരു വീട്. നമുക്കറിയാം വീടെന്ന് പറയുന്നത് നമ്മൾ പാർക്കുന്ന സ്ഥലമാണ്, അല്ലേ? നമുക്കൊക്കെ ഒരു വീടുണ്ട്. കാര്യം എന്തൊക്കെയാണെങ്കിലും, എവിടെയൊക്കെ കറങ്ങിന് നടന്നെന്ന് പറഞ്ഞാലും, എത്രയൊക്കെ ജോലി ബിസിയാണെന്ന് പറഞ്ഞാലും, വൈകുന്നേരം നമ്മൾ എവിടെ വരും? വീട്ടിലേക്ക് വരും. ഇവിടെ ദൈവം പറയുകയാണ്, നിന്റെ വീട് എങ്ങനെയുള്ളൊരു വീടായിരുന്നു? അടിമ പോലെയുള്ള ഒരവസ്ഥ. നിന്റെ അടിമ വീടായ മിസ്രൈം എന്നാണ് ദൈവമായ യഹോവ മോശയോട് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇസ്രായേൽ മക്കളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞിരിക്കുന്നത് മിസ്രൈമിനെ പറ്റി. അപ്പം ഇത് പലതരത്തിലുള്ള അടിമത്തമുണ്ട്. പാപത്തിൻ്റെ അടിമത്തം. പാപം എന്ന് പറയുമ്പോൾ പല കാറ്റഗറിയിലുണ്ട്, നമുക്കറിയാം. അതിലേക്കൊന്നും ഞാൻ ഇന്ന് വിശദീകരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. പക്ഷെ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമുണ്ട്. കർത്താവ്, ഇസ്രായേൽ മക്കളെ അങ്ങ് അടിമ വീടായ മിസ്രൈമിൽ നിന്ന് വിടുവിച്ചതുപോലെ ഇന്ന് ഞങ്ങളെ വിടുവിക്കണം, ഞങ്ങളുടെ തലമുറകളെ വിടുവിക്കണമെന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഒന്നാമതായി പറയുന്നു, ഇതൊരു അടിമ വീടാണ്. ഏത്? മിസ്രൈം എന്ന് പറയുന്നത്. ഈ പാപത്തെ സംബന്ധിച്ച് പറയുന്നത്
യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 34-ാം വാക്യം ഒന്ന് വായിക്കാമോ? യോഹന്നാൻ 8:34. ജോൺ 8:34. എട്ടിന്റെ 34. അതെ, 8:34. അതിന് യേശു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവൻ എല്ലാം പാപത്തിന്റെ ദാസനാകുന്നു. ദാസൻ എന്നേക്കും വീട്ടിൽ വസിക്കുന്നില്ല, പുത്രൻ ദാസൻ എന്നേക്കും എന്നേക്കും വീട്ടിൽ. വസിക്കുന്നില്ല, പുത്രനോ എന്നേക്കും വസിക്കുന്നു. അപ്പൊ പാപം ചെയ്യുന്ന ഒരു വ്യക്തി എന്തിനടിമയാകുന്നു? പാപത്തിന്റെ അടിമയാകുന്നു. അപ്പൊ ഇവിടെ നമ്മൾ കണ്ടൊരു കാര്യമുണ്ട്. നമ്മുടെ പൂർവ്വപിതാക്കന്മാർ പലരും അല്ലെങ്കിൽ മിസ്രൈമിലെ നന്മ ആഗ്രഹിച്ചു പോയവരാ. പിന്നീട് എന്തോ പറ്റി? യോസഫിന്റെ സമയത്തും അതാ സംഭവിച്ചത്. ക്ഷാമം വന്നു. ക്ഷാമത്തിൽ നിന്ന് വിടുതൽ നേടാൻ എങ്ങോട്ട് പോയി? മിസ്രൈമിലേക്ക് പോയി. പിന്നീട് നമ്മൾ കാണുന്നത് അവരവിടെ എന്തോ ആയി? ദാസന്മാരായി തീർന്നു. റോമാലേഖനം 6-ാം അധ്യായം 16-ാം വാക്യം വായിക്കേണ്ട. അവിടെ ഇപ്രകാരം പറയാം: നിങ്ങൾ ദാസന്മാരായി അനുസരിക്കുവാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും നിങ്ങൾ അനുസരിച്ചു പോവുകയും ചെയ്യുന്നവന് ദാസന്മാരാകുന്നു എന്നറിയുന്നില്ലെങ്കിൽ, ഒന്നെങ്കിൽ പാപത്തിനായി മരണത്തിനായി പാപത്തിന്റെ ദാസന്മാർ, അല്ലെങ്കിൽ നീതിക്കായി അനുസരണത്തിന്റെ ദാസന്മാർ. ഇങ്ങനെ 2 തരത്തിലുള്ള ദാസത്വത്തെക്കുറിച്ച് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന്, മരണത്തിനായി പാപത്തിന്റെ ദാസന്മാർ. രണ്ടാമത്തെ പറയുന്നു, നീതിക്കായി അനുസരണത്തിന്റെ ദാസന്മാർ. ഇവിടെ നമ്മൾ മിസ്രൈമിനെ പറ്റി കണ്ടത് അടിമ വീടായ മിസ്രൈം, അടിമ വീടായ മിസ്രൈം എന്ന് നമ്മൾ ഇവിടെ കാണാൻ കഴിയുന്നു. അങ്ങനെയെങ്കിൽ നമ്മൾ ഓർക്കുക, മിസ്രൈം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്: നിങ്ങൾ അടിമകളാണ്. അടിമകളുടെ കാര്യം നമുക്കറിയാം. അവർക്കൊരു യജമാനനുണ്ട്. ഈ യജമാനൻ പറയുന്ന കാര്യങ്ങളാണ് ആര്? അടിമകൾ ചെയ്യേണ്ടത്. ഒരടിമയെ വീണ്ടെടുക്കുന്ന കാര്യമൊക്കെ ബൈബിളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ദൈവമക്കളായ ഇസ്രായേൽ മക്കൾ എങ്ങനെയാണ് മിസ്രൈമിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ടതെന്നും നമുക്കറിയാം. അത് കുഞ്ഞാടിൻ്റെ രക്തത്താലാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് അവസാനം നമ്മൾ അധിക സമയമൊന്നും ഇന്ന് ക്ലാസ്സിന് എടുക്കുന്നില്ലെങ്കിലും അവസാനം നമ്മൾ ചെയ്യാൻ പോകുന്നൊരു കാര്യം, നമ്മളെല്ലാവരെയും കർത്താവിൻ്റെ രക്തത്താൽ മുദ്രയിട്ട് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. അടിമ വീട് ആയ മിസ്രൈം. ഈ മിസ്രൈം രണ്ടാമതായി നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, ഈജിപ്ത് ലോക വ്യവസ്ഥിതിയെ എന്തോ ചെയ്യുന്നു? പ്രതിനിധീകരിക്കുന്നു. ലോകത്തിൻ്റെ മോഹങ്ങളെ, ലോകത്തിൻ്റെ വ്യവസ്ഥിതികളെ. നമുക്കറിയാം, അബ്രഹാമിൻ്റെ കൂടെ നടന്ന ലോത്ത് തൻ്റെ ജീവിതത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കേണ്ട വന്ന സമയത്ത് എന്താ തിരഞ്ഞെടുത്തത്? ബൈബിള് പറയുന്നു, ദൈവത്തിൻ്റെ മനോഹരമായ പട്ടണം പോലെ ഇരുന്ന സ്ഥലം സോദോം ഗൊമോറ. അത് തിരഞ്ഞെടുക്കാനുള്ള കാര്യത്തെപ്പറ്റി പറഞ്ഞു വരുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്ത്? മിസ്രൈം ദേശം പോലെ ഇരുന്നൊരു സ്ഥലം. കണ്ടോ? അപ്പൊ ലോകത്തെ സ്നേഹിച്ച് ലോത്ത് തെരഞ്ഞെടുത്ത ഒരു സ്ഥലമാണെന്ത്? മിസ്രൈം. ഇത് ലോക വ്യവസ്ഥിതിയെ കാണിക്കുന്നു. ഇത് കാണിക്കുന്നത് പലതുണ്ട്. നല്ല വിദ്യാഭ്യാസം, നല്ല കൾച്ചർ, നല്ല മറ്റു പലതും എന്നൊക്കെ നമ്മൾ സ്വയമേ ചിന്തിക്കും. ലോകത്തിൻ്റെ വ്യവസ്ഥിതിയെ കാണിക്കുന്ന ഒരു സ്ഥലമാണ് ഈജിപ്ത്. മൂന്നാമതായിട്ട് ഈജിപ്തിനെ പറ്റി നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യം, ഈജിപ്റ്റ് പഴയ ജീവിതത്തെ സൂചിപ്പിക്കുന്നു. എന്താണ് പഴയ ജീവിതം? ഇന്നും നമ്മുടെ ജീവിതത്തിൽ ഒളിഞ്ഞും തിരിഞ്ഞും കിടക്കുന്ന പലതും. നമുക്കറിയാം, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകേണ്ടതാണ്. പക്ഷെ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. കാര്യം നമുക്കറിയാം, ആവർത്തന പുസ്തകത്തിലേക്കൊക്കെ വരുമ്പോൾ കർത്താവായ ദൈവം അവരോട് പറയുന്നൊരു കാര്യമുണ്ട്. 17-ാമത്തെ അധ്യായം 16-ാം വാക്യം. 17:16 ആവർത്തന പുസ്തകം 17:16 ദൈവമായ യഹോവ ഇപ്രകാരം അവരോട് പറയുന്നു. ആരെങ്കിലും എടുത്തോ? 17 16-ാമത്തെ വാക്യം. എന്നാൽ അവന് കുതിര അനവധി ഉണ്ടാകരുത്, അധികം കുതിര സമ്പാദിക്കേണ്ടതിന് ജനം മിസ്രൈമിലേക്ക് മടങ്ങിപ്പോകുവാൻ അവൻ ഇടവരുത്തരുത്. ഇനിമേൽ ആ വഴിക്ക് തിരിയരുത് എന്ന് യഹോവ നിങ്ങളോട് കൽപ്പിച്ചു. കണ്ടോ? ഇവിടെ പറയുകയാണ്, ലോകത്തിന്റെ പല വ്യവസ്ഥിതികളും എന്തോ ഉണ്ട്, അവിടെ ഉണ്ട്. പഴയ കാലത്തെ ജീവിതത്തെ ഓർത്തിട്ട് പറയുകയാണ്, നിങ്ങളെന്ത് വരുന്നത്? മടങ്ങിപ്പോകരുത്.
നിങ്ങൾക്കൊരു മടങ്ങിപ്പോക്കുണ്ടാകരുത്. നമുക്കറിയാം 40 സംവത്സരം മിസ്രൈം മക്കൾ മിസ്രൈമിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഓരോ സമയത്തും അവർ പിറുപിറുത്തത് എന്തോ പറഞ്ഞോണ്ടാ. ഞങ്ങൾ മിസ്രൈമിൽ ഇറച്ചിക്കലത്തിൻ്റെ അടുത്തിരിക്കുമായിരുന്നു, അവിടെ നല്ല ഫുഡുണ്ടായിരുന്നു. പക്ഷെ ഓർക്കണം, ഇവരാരാ? അടിമകളാ. കലത്തിൻ്റെ അടുത്തിരുന്ന് മണമടിച്ചതാണോ ഇനി കഴിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയത്തില്ല. പക്ഷെ ഇപ്പോഴും പഴയ കാര്യം നമ്മൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എടാ, എൻ്റെ പഴയ സ്വഭാവമായിരുന്നേ ഉണ്ടല്ലോ, മിസ്രൈം മിസ്രൈം മിസ്രൈം. നമ്മൾ ഇപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അസൂയയും പകയും പിണക്കവും വിദ്വേഷവും ഒക്കെ വരുന്നുണ്ടെങ്കിൽ ആലോചിച്ചോണം, നമ്മളിപ്പോഴും എവിടാ? മിസ്രൈമാ. വിട്ടിട്ടില്ലെന്നേ, ഇപ്പോഴും അതൊക്കെ ഉണ്ട്. അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ഓർത്തോണം, എന്ത്? മിസ്രൈമാ. അപ്പം മിസ്രൈം നമ്മളെ പഠിപ്പിക്കുന്ന മൂന്നാമത്തെ കാര്യം ഇതെന്തുവാ? പഴയ കാല ജീവിതത്തെ കാണിക്കുന്നു. ഒരുപാട് റെഫറൻസ് ഉണ്ട് നമുക്ക് പറയണമെങ്കിൽ മിസ്രൈമിനെ പറ്റി. ഇസ്രായേൽ മക്കൾ പറഞ്ഞ കാര്യങ്ങൾ ഓരോ പ്രാവശ്യം മോശയോട് അവർ ചോദിക്കും, മിസ്രൈമിലെങ്കിൽ ശവക്കുഴി ഇല്ലാഞ്ഞിട്ടാണോ ഞങ്ങളെ എങ്ങോട്ട് കൊണ്ടുപോകുന്നതെന്ന്. കണ്ടോ? അപ്പൊ ഇവരുടെയൊക്കെ വിചാരം മിസ്രൈമിലെ ശവക്കുഴി ദൈവിക നടത്തി സമയാസമയങ്ങളിൽ പറയുന്ന കാര്യം. അപ്പൊ അങ്ങനെ പണ്ടത്തെ ആനപ്പുറത്തിരുന്ന തഴമ്പും എന്തുവാ പാളയിലിരുന്നപ്പോൾ ഉള്ള കാര്യമൊക്കെ ഓർത്തോർത്ത് പറയുന്നുണ്ടെങ്കിൽ ആലോചിച്ചോണം, എന്ത് പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കും. അങ്ങനെ ഓർത്തിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ചോണം, എന്ത്? ഇപ്പോഴും മിസ്രൈം വിട്ടുപോയിട്ടില്ല. ദൈവം പറയുകയാണ്, നിങ്ങളൊന്നിനും വേണ്ടി, ഒരു കാര്യത്തിനും വേണ്ടി എന്തു ചെയ്യരുത്? മിസ്രൈമിലേക്ക് മടങ്ങിപ്പോകരുത്. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്നവരെ, മൂന്നാമതായി നമ്മൾ പറഞ്ഞു, മിസ്രൈം അല്ലെങ്കിൽ ഈജിപ്റ്റ് നമ്മുടെ പഴയ കാല ജീവിതത്തെ കാണിക്കുന്നു. അവിടുന്ന് വിടുവിച്ച ശേഷം ദൈവം ഇസ്രായേൽ മക്കളോട് പറയുന്ന കാര്യമാണ്, നിങ്ങൾ ആ വഴിക്ക് ഇനി എന്ത് ചെയ്യരുത്? മടങ്ങിപ്പോരുത്. ഡു നോട്ട് ഗോ ബാക്ക് ടു ഈജിപ്റ്റ്. നിങ്ങൾ എന്ത് വരുത്? മടങ്ങിപ്പോരുത്. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്നവരെ, ഇന്നും പഴയതായ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ആലോചിച്ചോണം, ഇപ്പോഴും എന്തോ ചെയ്യുന്നുണ്ട്? നിങ്ങൾ അടിമ വീട്ടില്ല. നിങ്ങളെ അത് പിന്തുടരുക. ഏത്? ആ കോപം, ആ അസൂയ, ആ പിണക്കം, ആ വിദ്വേഷം. പലരും ഇപ്പോഴും പറയുന്നുണ്ട്, അന്ന് എന്നെ ശപിച്ചത് അതിനുശേഷം ഞാൻ ഇന്ന് വരെ ഗുണം പിടിച്ചിട്ടില്ല. അങ്ങനെ നിങ്ങൾ ഇന്നും വിശ്വസിക്കുന്നുണ്ടോ? ആലോചിച്ചോണം, ഇപ്പോഴും നിങ്ങൾ ആ പഴയതിൽ തന്നെ. എന്നാൽ അതിൽ നിന്ന് വിടുവിക്കാൻ കഴിയുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം നമുക്കുണ്ട്. നമുക്ക് വേണ്ടി യാഗമായി തീർന്നൊരു കുഞ്ഞാട് നമുക്കുണ്ട്. ദൈവത്തിന് ഇപ്രകാരമാണ് പറയുന്നത്, അവൻ്റെ രക്തത്താൽ നമുക്ക് എന്തോ ഉണ്ട്? മോചനമുണ്ട്. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്നതാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം പഴയതിനെക്കുറിച്ച്, അല്ലെങ്കിൽ ഈ ജീവിതത്തിൻ്റെ പല പഴയ കാര്യങ്ങളിൽ ഇന്നും നമ്മൾ തുടരുന്നുണ്ടെങ്കിൽ ഇന്ന് പറയണം, കർത്താവേ, ആ കുഞ്ഞാടിൻ്റെ രക്തത്താൽ എന്നെ എന്തോ ചെയ്യണം? ഒന്ന് വിടുവിക്കണം. എനിക്ക് പഴയതിലേക്ക് പോകാൻ താല്പര്യമില്ല. പഴയതിൽ പോലുള്ള സംസാരമല്ല എൻ്റെ ജീവിതത്തിൽ. കർത്താവ്, ഈജിപ്തിൻ്റെ അവസ്ഥയിൽ നിന്ന് എന്നെ ഒന്നങ്ങ് മാറ്റണമേ എന്ന് നമുക്ക് എന്തോ ചെയ്യാം? പറയാം. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ കണ്ടു, ഈജിപ്റ്റ് പഴയകാല ജീവിതത്തെ സൂചിപ്പിക്കുന്നു. ഇനിയും ഈജിപ്തിനെ പറ്റി നാലാമത് പറയണമെങ്കിൽ, ഈജിപ്തിൻ്റെ ഒരു പ്രത്യേകത, ഈജിപ്റ്റ് ഒരുക്കത്തിൻ്റെ ഒരു സ്ഥലമാകാം എന്നും പറയപ്പെടുന്നു. ഒരുക്കത്തിൻ്റെ ഒരു സ്ഥലം. നമുക്കറിയാം, ഈജിപ്തിൽ 400 സംവത്സരം നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ഇസ്രായേൽ മക്കൾ അടിമകളായിരുന്നു. പക്ഷെ അവിടെ ആയിരുന്നപ്പോൾ ദൈവം അവരെന്തോ ചെയ്യുക? ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ യോസഫിനോട് ചോദിക്കുക, യോസഫേ, നീ ഈജിപ്തിൽ നിന്ന് എന്താ പഠിച്ച്? അതിന് യോസഫ് പറയുന്നൊരു മറുപടി ഉണ്ട്. എന്താണെന്നറിയാമോ? ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം 20-ാം വാക്യം. ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം 20-ാം വാക്യം. നിങ്ങൾ എന്റെ നേരെ ദോഷം വിചാരിച്ചു, ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു. ആമേൻ. കണ്ടോ? അപ്പം
യോസഫിനെ സംബന്ധിച്ച് ഈജിപ്റ്റ് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, തനിക്കെതിരെ ആരൊക്കെ ദോഷം ചെയ്താലും, തനിക്കെതിരെ ആരൊക്കെ നിന്നാലും ദൈവീക സാന്നിധ്യം താൻ തിരിച്ചറിഞ്ഞ് ആ ദോഷത്തെ ദൈവീക സാന്നിധ്യത്താൽ ജയിച്ച് പൊങ്ങി വന്നൊരു സ്ഥലമാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് എന്നെ കേൾക്കുന്നവരെ, നിങ്ങളും ഈജിപ്തിനെ പോലുള്ളൊരു സ്ഥലത്താണ്, അല്ലെങ്കിൽ ഒരു ജീവിത സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുന്നെങ്കിൽ യോസഫിനോട് ചേർന്ന് പറയണം. എന്ത് പറയണം? എൻ്റെ അവസ്ഥ ഇതാണെങ്കിലും എന്നോടുകൂടെ ദൈവമുണ്ട്. എനിക്ക് വേണ്ടി വഴികളെ തുറക്കുന്നൊരു ദൈവമുണ്ട്. എനിക്ക് വേണ്ടി വാതിലുകളെ തുറക്കുന്നൊരു ദൈവമുണ്ട്. ആരൊക്കെ എനിക്കെതിരെ ദോഷം നിരൂപിച്ചാലും, നമുക്കറിയാം തൻ്റെ ജീവിതത്തിൽ വന്ന ദോഷങ്ങളെപ്പോലെ വേറെ ആരുടെയും ജീവിതത്തിൽ വന്നിട്ടില്ല. സഹോദരന്മാരെ പിടിച്ച് ഉപദ്രവിച്ച് പൊട്ടക്കിണറ്റിലിട്ടു. അതിനുശേഷം അവിടുന്ന് എഴുന്നേൽപ്പിച്ചപ്പോൾ താൻ വിചാരിച്ച് കാണും, ഇപ്പോഴെങ്കിലും അച്ചാച്ചന്മാർക്ക് സ്നേഹം തോന്നി എന്നെ രക്ഷിച്ചതായിരിക്കുന്നു. പക്ഷെ രക്ഷിക്കാനല്ലായിരുന്നു, അടിമയായിട്ട് വിൽക്കാനായിരുന്നു. അടിമയായി പൊത്തിപ്പേറിൻ്റെ വീട്ടിൽ വന്നപ്പോൾ നമുക്കറിയാം, അവിടുന്ന് എല്ലാവരോടും ഉപദ്രവിച്ച് എന്തോ ചെയ്തു? കാരാഗ്രഹത്തിൽ അടച്ചു. പക്ഷെ കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിച്ച് തന്നെ ഉയർത്തിയൊരു ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്നവരെ, ഇന്ന് രാത്രി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈജിപ്തിൻ്റെ അനുഭവത്തിൽ കൂടാണ് ഞാനും നിങ്ങളും കടന്നു പോകുന്നതെങ്കിൽ, നമ്മുടെ ദോഷങ്ങളെ അതിനെ നന്മയാക്കി തീർക്കാൻ കഴിയുന്ന ആ ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കുക. ആ ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കുക. ആ ദൈവത്തിൽ നാം ആശ്രയിച്ചാൽ ദൈവം നമ്മളെ വിടുവിക്കും. ദൈവം നമ്മളെ വിടുവിക്കും. ഈജിപ്റ്റ് നമ്മൾ കണ്ടത് പാപത്തിൻ്റെ അല്ലെങ്കിൽ അടിമത്തത്തിൻ്റെ പ്രതിനിധാനം ചെയ്യുന്നു. ഫറവോ സംബന്ധിച്ച് പറഞ്ഞാൽ, ഫറവോൻ്റെ അടിമ എന്നൊക്കെ പറയുന്നത് ആത്മീക അർത്ഥം പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. സാത്താനെ പ്രതിനിധാനം ചെയ്യുന്നൊരു വ്യക്തി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ഫറവോനെ പറ്റി പറയാൻ കഴിയും. ഈജിപ്റ്റ് നമുക്കറിയാം, അതിനുശേഷം വിടുവിക്കപ്പെട്ടവർ മരുഭൂമിയിൽ കൂടെ കടന്ന് വാഗ്ദത്ത ദേശത്തിലെത്തി. അതിനു മുമ്പ് ദൈവം അവരെ പരിശീലിപ്പിച്ച, അതിനു മുമ്പ് ദൈവം അവരെ കൂടെ ഇരുന്ന് സഹായിച്ച ഒരു സ്ഥലമാണ് ഈജിപ്റ്റ്. ഇനിയും നമുക്കറിയാവുന്നൊരു കാര്യമുണ്ട്. ദൈവം ഈജിപ്തിൽ നിന്ന് മിസ്രയീൻ മക്കളെ കടത്തിക്കൊണ്ടുവരുന്ന സാഹചര്യം. അപ്പോൾ ദൈവം അവരോട് പറഞ്ഞിട്ടുള്ള 1-2 കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഒന്ന് ഓർപ്പിച്ച് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 22-ാം വാക്യം. പുറപ്പാട് 3:22. ഓരോ സ്ത്രീ താന്താന്റെ അയൽക്കാരത്തിയോടും വീട്ടിൽ അതിഥിയായി പാർക്കുന്നവളോടും വെള്ളി ആഭരണങ്ങളും പൊന്നാഭരണങ്ങളും വസ്ത്രങ്ങളും ചോദിച്ചു വാങ്ങി നിങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും ധരിപ്പിക്കുകയും മിസ്രയീമ്യരെ കൊള്ളയിടുകയും വേണം. കണ്ടോ? നമുക്കറിയാം, അടിമ വീട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അടിമ സ്ഥലം എന്ന് പറയുന്നത്, ആരും അങ്ങനെ വലിയ വാല്യൂ ഒന്നും കൊടുക്കാത്ത സ്ഥലമാണ്. സാലറി കിട്ടിയാ കിട്ടി, കൊടുത്താ കൊടുത്തു, അങ്ങനെയൊക്കെയാണല്ലോ. അടിമകൾക്ക് പൊതുവെ അങ്ങനെയില്ല, എന്തെങ്കിലുമൊക്കെ കൊടുക്കുക, അതാണ് പതിവ്. എന്നാൽ ഇവിടെ പറയുന്നു, ദൈവം ഇവരോട് പറയുന്നു, നിങ്ങൾ എന്തോ ചെയ്യണം. താന്താന്റെ അയൽക്കാരത്തിയോടും വീട്ടിൽ അതിഥിയോടും വെള്ളി ആഭരണങ്ങളും പൊന്നാഭരണങ്ങളും വസ്ത്രങ്ങളും ചോദിച്ചു വാങ്ങി നിങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും ധരിപ്പിക്കുകയും മിസ്രയീമ്യരെ കൊള്ളയിടുകയും വേണം. കണ്ടോ, ഇവിടെ പൊതുവെ ആഭരണം ധരിക്കുന്നവരും ധരിക്കാത്തവരും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അവര് ആഭരണം ധരിക്കുന്നവരും ധരിക്കാത്തവരും ഒക്കെ പറയുന്നൊരു വാക്കാണിത്. പക്ഷെ ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഞാനതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ താല്പര്യപ്പെടുക. ആഭരണമല്ല എൻ്റെ വിഷയം, പക്ഷെ എങ്കിലും അടിമ വീടായ ഈ മിസ്രയീമിൽ ഇപ്പൊ അവരാരാ? അടിമകള ആണല്ലോ. ആരൊക്കെയാണ് അടിമകൾ? എല്ലാവരും അടിമകളാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? ഇല്ല. ദൈവം തന്നെ പറയുന്നു, നിങ്ങളെ ഞാൻ വിടുവിച്ചത് മിസ്രയീം എന്ന അടിമ വീട്ടിൽ നിന്ന്. ഇപ്പൊ അടിമ വീട്ടിൽ ജനിച്ച, അടിമയായ ഒരു അപ്പനും അമ്മയ്ക്കും ജനിച്ച മക്കളാരാ? അടിമ അല്ലേ? നമ്മൾ പറയത്തില്ല, ഇപ്പൊ മലയാളികളായ അപ്പനും അമ്മയ്ക്കും ജനിച്ച മക്കള് മലയാളികളാ. അവര് ഞാൻ ഗുജറാത്തിൽ പോയാലും ഡൽഹി പോയാലും സൗത്ത് ആഫ്രിക്കയിൽ പോയാലും
മലയാളി മലയാളി. മലയാളി. ഇപ്പം ഇഫ് സംബഡി ഫ്രം തമിഴ്നാട്, ഫാദർ ആൻഡ് മദർ, അവർക്ക് ജനിച്ചൊരു കുഞ്ഞ്, അവരിനി ഏത് സ്ഥലത്ത് പോയാലും അവരെ നമ്മൾ വിളിക്കുന്നത് തമിഴ് തമിഴ്. അല്ലേ? ദേ ആർ ബേസിക്കലി ആ. ഫ്രം തമിഴ്നാട് എന്ന് നമ്മൾ പറയുന്നത് പോലെ. അപ്പൊ ഈ അടിമ സ്ഥലത്ത് ജനിച്ച കുഞ്ഞുങ്ങളാരാ? അടിമകൾ. ഓട്ടോമാറ്റിക്കലി അവർ അടിമകളാണ്. കാര്യം അവർ അപ്പനാരാണ്? അടിമ. അടിമകൾ. അമ്മ ആരാണ്? അടിമ. അങ്ങനെ അടിമദേശത്ത് അടിമകളായി ജീവിക്കുന്ന ഒരു കൂട്ടം ജനം. ഈ മിസ്രൈമിനെ പറ്റി ഇനിയും കുറെ അധിക കാര്യങ്ങളിലൂടെ നമുക്ക് കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ആ റെഫറൻസ് വേഗം ഒന്ന് തപ്പിയെടുക്കാം. അടിമ വീടായ മിസ്രൈമിനെ പറ്റി പറയുന്ന വാക്കുകളുണ്ട്. ഇവിടെ പറയുന്ന ഒരു കാര്യം എങ്ങനെയായിരുന്നു ആ അടിമ വീട് എന്നുള്ളതായിരുന്നു. മൂന്നാം അധ്യായം 9 വാക്യം. ഇസ്രായേൽ മക്കളുടെ നിലവിളി എന്റെ അടുക്കൽ എത്തിയിരിക്കുന്നു. മിസ്രൈമ്യർ അവരെ ഞെരുക്കുന്ന ഞെരുക്കവും ഞാൻ കണ്ടിരിക്കുന്നു. കണ്ടോ? അപ്പൊ ഈ ദേശത്ത് അവരുടെ പ്രശ്നം എന്തായിരുന്നു? അവരെങ്ങനായിരുന്നു ജീവിക്കുന്നത്? നിലവിളി. മിസ്രൈമിന്റെ ദേശത്ത് അടിമ വീട്ടിൽ ഉള്ള അവരുടെ അവസ്ഥ എന്ന് പറയുന്നത് അവര് നിലവിളിക്കുന്നവരായിരുന്നു. അവരുടെ അവസ്ഥ എങ്ങനെയായിരുന്നു? അയ്യോ എന്ന് മുറവിളി കിട്ട് നിലവിളിക്കുന്നവരാണ്. അതുകൊണ്ടാണ് കർത്താവായ യഹോവയായ ദൈവം മോശയ്ക്ക് അഭിമുഖമായി വന്നപ്പോൾ, അല്ലെ മോശയോട് സംസാരിച്ചപ്പോൾ പറയുന്നത്, ഞാൻ ഇസ്രായേൽ മക്കളുടെ നിലവിളി എന്തോ ചെയ്തു, അവരുടെ കഷ്ടത ഞാൻ കണ്ടു, നിലവിളി കേട്ടു. രണ്ടാമത്, ഇവർ ഈ ദേശത്ത് അനുഭവിക്കുന്ന ദുരിതം എന്ന് പറയുന്നത് ഞെരുക്കമാണ്. ഞെരുക്കത്തിന്റെ അർത്ഥം എന്തോ? 2 പേരിരിക്കാവുന്ന ഒരു കൗച്ചിൽ 3 പേര് കയറിയിരുന്നാൽ എങ്ങനെ ഇരിക്കും? നല്ല സുഖമായിരിക്കും എന്നല്ലേ എന്ന് പറയുന്നത് പോലെ ഒരു കാര്യവും നേരെ ചൊവ്വ എന്ത് ചെയ്യാൻ പറ്റത്തില്ല. നമുക്കറിയാം, പലരും സാമ്പത്തികമായിട്ട് ഞെരുക്കുന്നവരാ, ബുദ്ധിമുട്ടുന്നവരാ. ഈ ഞെരുക്കത്തെ പറ്റി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണ്ട. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ മനസ്സിലായിരിക്കും, ഈ പുള്ളിക്ക് ഇത് വല്ലതും അറിയാവോ, നമ്മുടെ ഞെരുക്കമെന്ന്. ഇന്ന് തൽക്കാലം അങ്ങനെ ഞെരുങ്ങുന്നവരുണ്ടെങ്കിൽ കേട്ടോ, അടിമമീടായ മിസ്രൈമിൽ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ എന്തോ ചെയ്തുകൊണ്ടിരുന്നു? അവരുടെ അവസ്ഥ ദൈവത്തോട് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ടിരുന്നു. അവർ ഞെരുക്കത്തിലായിരുന്നു. ഹല്ലേലൂയ, ആമേൻ, ആമേൻ. അതിനുശേഷം അവരെ പറ്റി പറയുന്നത് ദൈവം അവരെ പുറപ്പെടുവിക്കുന്ന സമയത്ത് അവരോട് പറയുന്നുണ്ട്, അവരുടെ മേൽ എന്തോ ചെയ്തു? ഊര്യ വിചാരകന്മാരെ ആക്കി. ഊര്യ വിചാരകന്മാരെ ആക്കി. ഊഴ്യ വിചാരകന്മാരെ ആക്കിയെന്ന് ദൈവവചനം പറയുന്നുണ്ട്. അപ്പൊ അവരെ മോണിറ്റർ ചെയ്യാൻ ആരെ ആക്കി? അവരുടെ അവസ്ഥ 2-ാം അധ്യായം 23-ാം വാക്യം ഒന്ന് വായിക്കാമോ? ഏറെ നാൾ കഴിഞ്ഞിട്ട് മിസ്രൈം രാജാവ് മരിച്ചു. ഇസ്രായേൽ മക്കൾ അടിമവേല നിമിത്തം നെടുവീർപ്പിട്ടു നിലവിളിച്ചു. അടിമവേല ഹേതുവായുള്ള നിലവിളി ദൈവസന്നിധിയിലെത്തി. ദൈവം അവരുടെ നിലവിളി കണ്ടോ? കേട്ടു. അപ്പൊ അവരുടെ അവസ്ഥ, അവർ നിലവിളിക്കാനല്ലാതെ വേറൊന്നും ചെയ്യാൻ കഴിയാത്ത, രക്ഷപ്പെടാൻ കഴിയാത്ത ഒരവസ്ഥ. അപ്പൊ നമ്മൾ കണ്ടു, അവിടെ നിലവിളി ഉണ്ടായിരുന്നു, അവിടെ ഞെരുക്കം ഉണ്ടായിരുന്നു. പിന്നെ 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുന്ന ഒരു കാര്യം, 1-ാം അധ്യായം 10-ാം വാക്യം, അതിന്റെ അവസാന വാക്യം. വായിച്ചോളൂ. നമ്മുടെ ശത്രുക്കളോട് ചേർന്ന് നമ്മോട് പൊരുത് ഈ രാജ്യം വിട്ട് പൊയ്ക്കളവാൻ സംഗതി വരാതിരിക്കേണ്ടതിന് നാം അവരോട് ബുദ്ധിയായി പെരുമാറുക.
കണ്ടോ? അങ്ങനെ ഇപ്പൊ ഇവര് കഠിനവേലകളാൽ അവർ ബുദ്ധിപരമായിട്ട് എന്തോ ചെയ്യുക? ഇസ്രായേൽ മക്കളോട് പെരുമാറുക. എന്താണ് ആ ബുദ്ധിപരമായിട്ട് അവർ പെരുമാറിയത്? 11ാമത്തെ വാക്യം പറഞ്ഞു, കഠിന വേലകളാൽ അവരെ എന്ത് ചെയ്യുക? പീഡിപ്പിച്ചു. പീഡിപ്പിച്ചു. 11ാമത്തെ വാക്യം പറയുന്നു, ഊഴിയ വിചാരന്മാരെ ആക്കി. പിന്നെ അടുത്തത് കാണുന്നത് എന്തോ ചെയ്തു? അവരെ കൊണ്ട് കഠിന വേലകൾ ചെയ്യിച്ചു. 13ാമത്തെ വാക്യം പറയുന്നത്, മിസ്രൈമ്യർ ഇസ്രായേൽ മക്കളെ കൊണ്ട് കഠിന വേല ചെയ്യിച്ചു. 14ാമത്തെ വാക്യം പറയുന്നു, കളിമണ്ണും ഇഷ്ടികയും വയലിലെ സകലവിധ സംബന്ധിച്ച് കഠിന വേല എന്തോ ചെയ്തു. എന്നിട്ട് അതിൻ്റെ ആ 14ാമത്തെ വാക്യത്തിൻ്റെ അവസാന ഒരു വാക്കുണ്ട്. അതിപ്രകാരം പറയുന്നു, അവരുടെ ജീവനെ കയ്പാക്കി. എന്ന് വെച്ചാൽ സന്തോഷിക്കാൻ ഒന്നുമില്ലാത്തൊരവസ്ഥ. നമുക്കറിയാം കയ്പ് എങ്ങനെ ഇരിക്കുമെന്ന്. സന്തോഷിക്കാനൊന്നുമില്ല. ജീവിച്ചിരിക്കണോ വേണ്ടായോ എന്ന് തന്നെ. കാര്യം നാളെയും പിറ്റേ ദിവസം കഠിന വേല. ജീവിതം ദുസ്സഹമായൊരവസ്ഥ. അടുത്ത 15ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, തലമുറകളെ നശിപ്പിക്കുന്ന മിസ്രൈം. തലമുറകളെ കൊന്നൊടുക്കുന്ന ശുഭ എന്നും ക്ഷിപ്ര എന്നും പേരുള്ള 2 സ്തുതികർമ്മിണികളെ ആക്കി എന്തോ ചെയ്തു? ആൺ തലമുറകളെ എല്ലാം നശിപ്പിച്ചു കളയുന്ന മിസ്രൈം. അപ്പം മിസ്രൈമിനെ പറ്റി നിങ്ങൾ കണ്ടോ എന്തൊക്കെയാണെന്ന്? നിലവിളിയുടെ സ്ഥലം, കഠിന വേലയുടെ സ്ഥലം, ഊഴി വിചാരകന്മാർ ഉള്ള സ്ഥലം, ബുദ്ധിപരമായി നമ്മളെ എന്തോ ചെയ്യുന്ന ഒതുക്കുന്ന സ്ഥലം. ഇതൊക്കെ ഞാൻ ഈ ബൈബിൾ വാക്യത്തിൽ നിന്ന് പറഞ്ഞതാണ്. തലമുറകളെ ഇല്ലാതാക്കുന്ന സ്ഥലം. കണ്ടോ? ഇതെല്ലാം എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നതാ? അടിമത്തത്തെ പ്രതിനിധാനം ചെയ്യുന്നത്. ഇതൊക്കെയാണ് പലതരത്തിലുള്ള അടിമത്തം എന്ന് പറയുന്നത്. എന്നാൽ ഇവരെ ദൈവം അവിടെ നിന്ന് വിടുവിച്ചു. എങ്ങനെ വിടുവിച്ചു? കുഞ്ഞാടിൻ്റെ രക്തത്തെ. ബാക്കിയുള്ളിടത്തെല്ലാം സംഹാരം ഉണ്ടായിരുന്നപ്പോൾ അറുക്കപ്പെട്ടൊരു കുഞ്ഞാടിൻ്റെ രക്തം അവരെ കട്ടളയിന്മേലും കുറുമ്പടിയിന്മേലും എന്തോ ചെയ്തു? ഉരട്ടി. അതിനാൽ എന്തോ ഇതില്ല, സംഹാരകനടുത്ത് കടക്കാതെ അവരെന്തോ ചെയ്തു? വിടുവിക്കപ്പെട്ടു. അങ്ങനെയെങ്കിൽ ഇന്ന് എന്നെ കേൾക്കുന്നവരെ, അടിമ വീടായ മിസ്രൈമിൽ നിന്ന് നാം വീണ്ടെടുക്കപ്പെട്ട് മടങ്ങി വരണമെങ്കിൽ നമ്മൾ എന്തോ ചെയ്യണം? ശുദ്ധീകരിച്ച് പെസഹ ആചരിക്കണം. നമുക്ക് ആ വാക്കുകൂടെ ഒന്ന് വായിക്കാം. അതിനുശേഷം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് പറഞ്ഞൊരു പോർഷൻ ഉണ്ട്. അതുകൂടെ പറഞ്ഞ് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവാം. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം. മൂന്നാമത്തെ വാക്യം. 31. 12-ന്റെ 3-ാം വാക്യം. 12-ന്റെ 3. നിങ്ങൾ ഇസ്രായേലിന്റെ സർവാംഗ സംഘത്തോടും പറയേണ്ടത് എന്തെന്നാൽ ഈ മാസം 10-ാം തീയതി അതത് കുടുംബത്തിന് ഒരു ആൺകുട്ടി വീതം ഓരോരുത്തൻ ഓരോ ആൺകുട്ടിയെ എടുക്കണം, ഓരോ ആട്ടിൻകുട്ടിയെ എടുക്കണം. ആട്ടിൻകുട്ടിയെ തിന്നുവാൻ വീട്ടിലുള്ളവർ പോരായെങ്കിൽ ആളുകളുടെ എണ്ണത്തിന് ഒത്തവണ്ണം അവനും അവന്റെ വീട്ടിനടുത്തുള്ള അയൽക്കാരനും കൂടി അതിനെ എടുക്കണം. ഓക്കെ, ഇനി 12-ാമത്തെ വാക്യം. 12-ാമത്തെ വാക്യം. 12-ന്റെ 12. ഈ രാത്രിയിൽ ഞാൻ മിസ്രൈം ദേശത്തൂടെ കടന്ന് മിസ്രൈം ദേശത്തുള്ള മനുഷ്യന്റെയും മൃഗത്തിന്റെയും കടിഞ്ഞൂലിനെ ഒക്കെയും സംഹരിക്കും. മിസ്രൈമിലെ സകല ദേവന്മാരിലും ഞാൻ ന്യായവിധി നടത്തും. ഞാൻ യഹോവയാകുന്നു. നിങ്ങൾ പാർക്കുന്ന വീടുകളിന്മേൽ രക്തം അടയാളമായിരിക്കും. ഞാൻ രക്തം കാണുമ്പോൾ നിങ്ങളെ ഒഴിഞ്ഞു കടന്നു പോകും. ഞാൻ മിസ്രൈം ദേശത്തെ ബാധിക്കുന്ന ബാധ നിങ്ങൾക്ക് നാശഹേതുവായി തീരുകയില്ല. ആമേൻ. താങ്ക് യു. ഇവിടെ നമ്മൾ വായിച്ച കാര്യം എന്താണ്? അടിമ വീടായ മിസ്രൈമിൽ സംഭവിക്കുന്ന കാര്യമാണ്. അപ്പം അപ്പൻ അടിമയാണ്, അമ്മ അടിമയാണ്, അവിടെ ജനിക്കുന്ന കുഞ്ഞുങ്ങളും എന്താണ്?
അടിമയാണ്. എന്നാൽ ദൈവം അവരോട് പറയുന്നൊരു കാര്യമുണ്ട്. എന്താ? നിങ്ങൾ ആഭരണങ്ങളെ എന്തോ ചെയ്യണം? കളക്ട് ചെയ്യണം. ഈ 12-ാം അധ്യായം 35-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. ഇസ്രയേൽ മക്കൾ മോശയുടെ വചനമനുസരിച്ച് മിസ്രൈമ്യരോട് വെള്ളി ആഭരണങ്ങളും പൊന്നാഭരണങ്ങളും വസ്ത്രങ്ങളും ചോദിച്ചു. യഹോവ മിസ്രൈമ്യർക്ക് ജനത്തോട് കൃപ തോന്നിച്ചതുകൊണ്ട് അവർ ചോദിച്ചതൊക്കെയും അവർ അവർക്ക് കൊടുത്തു. അങ്ങനെ മിസ്രൈമ്യരെ കൊള്ളയിട്ടു. കണ്ടോ? അവർ ചോദിച്ചതൊക്കെ കൊടുത്തു. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഈ വാക്ക് വായിക്കുമ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, എന്തിനായിരിക്കും ദൈവം ഇവരെ ഇങ്ങനെ പറഞ്ഞത്? എങ്ങനായിരിക്കും, എന്തിനായിരിക്കും ദൈവം പറഞ്ഞത്? ആർക്കെങ്കിലും ഒരു ഉത്തരം പറയാനുണ്ടോ? യെസ്. കൊള്ളയടിക്കണമെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? ഇസ്രായേൽ മക്കൾ മിസ്രൈമ ദേശത്ത് വളരെ കഠിനമായ വേല ചെയ്തില്ലേ? അവരെ വെറുതെ അയക്കാൻ പറ്റുമോ? അതുകൊണ്ടായിരിക്കും അങ്ങനെ അവരോട് ചോദിക്കാൻ പറഞ്ഞത്. അവര് ചെയ്ത ജോലിക്ക് അനുസരിച്ച് അവർക്ക് സാലറി കൊടുത്തില്ല. അതുകൊണ്ട് ദൈവം അവർക്ക് തക്കതായ അനുഗ്രഹം കൊടുത്ത് മാത്രമേ അവരെ മടക്കി അയക്കത്തുള്ളൂ. ഇങ്ങനെയാണെങ്കിൽ സാലറി കിട്ടാത്തവരെല്ലാം സന്തോഷിച്ചോ? തീർച്ചയായിട്ടും കിട്ടണം. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. ആമേൻ, ആമേൻ. ഇനി അഭിപ്രായങ്ങൾ ആർക്കെങ്കിലും ഉണ്ടോ? ഇനി എന്തെങ്കിലും ഉണ്ടോ? പക്ഷെ ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? നിങ്ങൾ ഈ ആഭരണം മേടിച്ചിട്ട് ആരെ ഇടിക്കണം? മക്കളെ അടിക്കണം. എന്തിനു വേണ്ടി? അടിമകളുടെ മക്കൾ എന്നും അടിമകളാ. പക്ഷെ ദൈവവചനം പറയുന്ന ഒരു കാര്യമുണ്ട്. അടിമകൾക്ക് എന്തോ ഇടാനുള്ള അവകാശമില്ല, സ്വർണവും വെള്ളിയും ഒന്നും ധരിക്കാനില്ല. പക്ഷെ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ ദൈവം അവരോട് പറയുന്നു, നിങ്ങളുടെ തലമുറകൾ ഇനി എന്തോ അല്ല, അടിമകളല്ല, നിങ്ങളായിരിക്കാം. നിങ്ങളുടെ തലമുറകൾ എന്തോ അല്ല. അടിമകളല്ല. ഏതേലും അടിമകൾ സ്വർണം വെള്ളിയൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവരുടെ കഴുത്തിലും കാലിലും ഉള്ളത് ചങ്ങലകളെ മാറ്റി വാല്യുബിൾ തിങ്സ് ഇടിയിക്കാൻ കഴിയുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യം. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്നവരെ, ഇന്ന് പൽക്കാലം നമ്മൾ അടിമകളായതുകൊണ്ട് അടിമകളായിപ്പോയ ഒരു തലമുറയെ രക്ഷിക്കാൻ ഇന്ന് രാത്രി നമ്മുടെ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഈ കുഞ്ഞാടിന്റെ രക്തത്താൽ കുഞ്ഞാടിനെ അറുത്ത് പെസഹ ആചരിച്ചവരോട് ദൈവം പറയാണ്, നിങ്ങൾ പോകാൻ നേരത്ത് എന്തോ ചെയ്യും? നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങളുടെ അയൽക്കാർ നിങ്ങൾക്ക് തരും. ദൈവം അവർക്ക് മനസ്സ് കൊടുത്തു. എന്തിന്? അടിമകളായ കുഞ്ഞുങ്ങളെ അതൊക്കെ ധരിപ്പിച്ച് അവരടിമകളല്ല. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്നവരെ, നമുക്കിന്ന് വൽക്കാലം ദൈവത്തോട് പറയാം. ഞാൻ മിസ്രൈമിനെ പറ്റി ഒരു ചെറിയ എക്സ്പ്ലനേഷനാണ് ഇന്ന് തന്നത്. എന്താണ് മിസ്രൈം? അടിമത്തത്തെ കാണിക്കുന്ന സ്ഥലം, പാപത്തിൻ്റെ അടിമത്തത്തെ കാണിക്കുന്ന സ്ഥലം, പഴയകാല ജീവിതത്തെ കാണിക്കുന്ന സ്ഥലം, ലോകത്തിൻ്റെ മോഹങ്ങളെ കാണിക്കുന്ന സ്ഥലം, പഴയ സ്വഭാവത്തെ കാണിക്കുന്ന സ്ഥലം, ദൈവം പ്രിപ്പയർ ചെയ്യുന്ന സ്ഥലം. എന്നിട്ട് ഈജിപ്തിൽ ഇസ്രായേൽ മക്കൾ അനുഭവിച്ച കാര്യങ്ങളെപ്പറ്റി നമ്മൾ പറഞ്ഞു. അവിടെ നിലവിളിയായിരുന്നു, ഞെരുക്കമായിരുന്നു. അവരെ ബുദ്ധിപരമായിട്ട് എന്തോ ഒരു തളച്ചിട്ട സ്ഥലം. നമുക്കറിയാം, ചിലവരൊക്കെ ഭയങ്കര ബുദ്ധിയും കുരുട്ടുബുദ്ധിയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ അടുത്ത് വരും, നമ്മളെ തളയ്ക്കും. പറയാം, കഠിന വേല നിമിത്തം, ഊഴി വിചാരകന്മാർ നിമിത്തം ഞെരുങ്ങുന്ന അവസ്ഥയിൽ അവർ ജീവിച്ച സ്ഥലം. ഇന്നുവൽക്കാലം അങ്ങനെ ഒരു അവസ്ഥയിൽ കൂടെ പോകുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് രാത്രി ദൈവജനം നമ്മളോട് പറയുന്നു, നമുക്കൊരു വീണ്ടെടുപ്പുണ്ട്. ആ കുഞ്ഞാടിൻ്റെ രക്തത്താൽ നമുക്കെന്തുണ്ട്? ഒരു വീണ്ടെടുപ്പുണ്ട്. ഇന്ന് രാത്രി നമുക്ക് വേണ്ടി അറുക്കപ്പെട്ട ആ കുഞ്ഞാടിൻ്റെ രക്തം നമുക്ക് എന്തോ ചെയ്യട്ടെ? മുദ്രയായിട്ടിരിക്കട്ടെ. നമുക്ക് അവിടുന്ന് ഒരു പുറപ്പാടുണ്ട്. നമുക്ക് ഇന്ന് രാത്രി കടന്നു വരാം. എന്നിട്ട് നമ്മളോട് പറയാം, കർത്താവേ,
എൻ്റെ കുഞ്ഞുങ്ങളെ അങ്ങ് മാനിക്കുന്ന, എൻ്റെ തലമുറകളെ മാനിക്കുന്ന ഒരു ദിവസമുണ്ട്. ഞങ്ങളെ ഈ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കുന്ന ഒരു ദിവസമുണ്ട്. പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന്, പഴയ സ്വഭാവത്തിൽ നിന്ന് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു എന്ന ദൈവജനം പറയുന്നത്. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്നു എന്ന ദൈവജനം പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം ഈ കുഞ്ഞാടിൻ്റെ രക്തത്തിൻ്റെ മറവിൽ നിന്ന് നമുക്ക് മറയാം. നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവ് എൻ്റെ തലമുറകളെ എന്നെ ആദ്യമായി നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവെ കുഞ്ഞാടിൻ്റെ രക്തത്താൽ ഒരിക്കൽ കൂടെ എന്നെ ഇന്നൊന്ന് അങ്ങ് വാഷ് ചെയ്യണം. എൻ്റെ പാപ സ്വഭാവങ്ങൾ എന്നെ വിട്ടു പോകട്ടെ. മിസ്രൈമിനെ പോലെ കർത്താവ് എന്നെ അലട്ടുന്ന കർത്താവെ ഉടരപരിഗനപന ഹതുനകരസ്തകരെ പൗഡൽ ഖനകാരികന പഴയ സ്വഭാവങ്ങൾ കർത്താവെ, പഴയ സംസാരങ്ങൾ കർത്താവെ, ആലലിയ കൊടുക്ക വാങ്ങലുകളിൽ കർത്താവ്, ഇടപാടുകളിലൊക്കെ കർത്താവെ, ആലലൂയ ഇന്ന് രാത്രി കർത്താവെ ഞങ്ങളെ ആ മിസ്രൈം വിട്ടുപോകട്ടെ. മിസ്രൈമിൽ നിന്ന് ഞങ്ങളെ അങ്ങ് വീണ്ടെടുത്തതാണല്ലോ, എന്നാൽ പിന്നെയും പഴയതിലേക്ക് മടങ്ങിപ്പോകുന്ന അവസ്ഥ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ, ആലലിയ നിലവിളിയുടെ അവസ്ഥ, ഞെരുക്കത്തിൻ്റെ അവസ്ഥ, ഹാലലിയ ബുദ്ധിമുട്ടിൻ്റെ അവസ്ഥ കർത്താവെ, ഊഴിയ വിചാരകന്മാർ മൂലം കർത്താവെ ഞങ്ങൾ പീഡിപ്പിക്കപ്പെടുന്ന അവസ്ഥ, ഹാലലൂയ ബുദ്ധിപരമായി ഞങ്ങളെ ഒതുക്കുന്ന അവസ്ഥ, ഹാലലൂയ കർത്താവെ ഞങ്ങളുടെ തലമുറകളെ ഇല്ലാതാക്കുന്ന, ആമേൻ ഇന്ന് പകൽക്കാലമായി ഈജിപ്തിൽ നിന്ന് ഞങ്ങൾക്കൊരു രക്ഷ നേടണം കർത്താവെ. അതിനാൽ ഞങ്ങൾക്ക് കുഞ്ഞാടിൻ്റെ രക്തത്താൽ ഇന്ന് അങ്ങ് മുദ്രയിടണമെന്ന് പറഞ്ഞാട്ടെ. ഹാലലൂയ നിങ്ങളുടെ ഓരോ കുടുംബാംഗങ്ങളെ യേശുവിൻ്റെ രക്തത്താൽ ഒന്ന് മുദ്രയിട്ടാട്ടെ. അല്ലെങ്കിൽ ദൈവം നമുക്ക് തന്ന ഭാര്യമാരെ, അല്ലെങ്കിൽ ദൈവം നമുക്ക് തന്ന കുഞ്ഞുങ്ങളെ, ഹാലലൂയ ഭർത്താക്കന്മാരെ, ഹാലലൂയ കുഞ്ഞുങ്ങളെ യേശുവിൻ്റെ രക്തത്താൽ അവരുടെ പേര് പറഞ്ഞവരെ ഇന്ന് രാത്രി ഒന്ന് മുദ്രയിട്ടാട്ടെ. എന്നിട്ട് പറഞ്ഞാട്ടെ, അടിമ വീടായ മിസ്രൈമിൽ നിന്ന് ദൈവം അവരെ കൊണ്ടുവന്നപ്പോൾ അവർ അടിമകളല്ല പ്രിയമുള്ളവരെ, ഹാലലൂയ അവരെ അതിനേക്കാൾ വലിയൊരു സ്ഥാനത്ത് ദൈവം ആക്കിയെങ്കിൽ ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ വിടുവിക്കപ്പെടട്ടെ. യേശുവിൻ്റെ രക്തത്താൽ നിങ്ങൾ അവരെ മുദ്രയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അവർക്കൊരു വിടുതലുണ്ടാകട്ടെ. ഹാലലൂയ അവർ മിസ്രൈം ദേശത്ത് നിന്ന് ഹാലലൂയ അടിമകൾക്ക് ജനിച്ച മക്കളെ പോലെ അല്ല ദൈവം അവരെ ഹാലലൂയ പുറപ്പെടുവിക്കുന്നത്. ഹാലലൂയ മറ്റൊരാൾ കണ്ടാൽ ഹാലലൂയ അവൻ ഇനി അടിമയല്ലെന്നേ, അവൾ ഇനി അടിമയല്ലെന്നേ. യേശുവിൻ്റെ നാമത്തിൽ വിടുവിക്കപ്പെടട്ടെ. കർത്താവ് ഇന്ന് ഈ ദൈവവചനം കേൾക്കുവാൻ കർത്താവ് കൂടി വന്ന ഓരോരുത്തരെയും അടിയനോർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ തലമുറകൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഒരു വിടുവിക്കപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വിടുവിക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ രക്തത്താൽ മുദ്രയിടപ്പെട്ട തലമുറകളായി മാറട്ടെ ഞങ്ങളുടെ തലമുറകൾ. അവരുടെ ശാപങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ മാറിപ്പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അവർ പാപത്തെയും പാപ സ്വഭാവങ്ങളിൽ നിന്ന് വിടുവിക്കപ്പെട്ടവരാകട്ടെ. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കുന്നുവെന്ന് അങ്ങയുടെ വചനത്തിൽ പറയുന്നെങ്കിൽ കർത്താവെ, ഹാലലൂയ മദ്യത്തിന്, മയക്കുമരുന്നിന്, കർത്താവെ മറ്റു പല സ്വഭാവങ്ങൾക്കും അടിമകളായിട്ടുള്ളവർ യേശുവിൻ്റെ നാമത്തിൽ വിടുവിക്കപ്പെടട്ടെ. കർത്താവെ, മാതാപിതാക്കളായ കർത്താവെ അവർ തങ്ങളുടെ കുഞ്ഞുങ്ങളെ യേശുവിൻ്റെ രക്തത്താൽ മുദ്രയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ, ഭർത്താക്കന്മാർക്ക് വേണ്ടി യേശുവിൻ്റെ നാമത്തിൽ മുദ്രയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ, ഭാര്യയെ യേശുവിൻ്റെ നാമത്തിൽ മുദ്രയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം അവരുടെ മേൽ മുദ്ര വെക്കണമേ. ഹാലലൂയ അങ്ങയുടെ രക്തത്തിന് കഴിയാത്തതായിട്ടൊന്നുമില്ലല്ലോ. അടിപ്പിണറുകളാൽ ഞങ്ങൾക്ക് സൗഖ്യമുണ്ടെന്നും അങ്ങ് ഞങ്ങളെ വചനമയച്ച് വിടുവിക്കുന്ന ദൈവമാണെന്നും ഞങ്ങൾ അറിയുന്നു. കർത്താവെ, അങ്ങനെയെങ്കിൽ ഇന്ന് ഈ സന്ധ്യാസമയത്ത് ഒരു വിടുതലുകൾ സംഭവിക്കട്ടെ, കുടുംബത്തിൽ സംഭവിക്കട്ടെ കർത്താവെ. ഹാലലൂയ കുഞ്ഞുങ്ങളൊക്കെ എവിടെയായിരിക്കുന്നു അവിടെ സംഭവിക്കട്ടെ കർത്താവെ. ഹാലലൂയ ഞങ്ങൾ എത്ര ദൂരത്തായിരുന്നാലും ആമേൻ വിടുവിക്കുവാൻ കഴിയുന്ന ആ ദൈവത്തിൻ്റെ ശക്തി, യെസ് വിടുതലുകൾ കർത്താവെ സംഭവിക്കേണ്ടതിന് വേണ്ടി അങ്ങയോട് അപേക്ഷിക്കുന്നു. കർത്താവെ, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ആത്മാർത്ഥമായി അങ്ങയുടെ മുമ്പാകെ കർത്താവെ ഇന്ന് ഈ മെസ്സേജ് കേട്ട് കർത്താവെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കപ്പെടണമെന്ന് ആഗ്രഹിച്ചാരെങ്കിലും കർത്താവെ ഇന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ സ്വർഗത്തിലതേയും അവരുടെ പ്രാർത്ഥന കേൾക്കണമേ കർത്താവ്. പിതാവിൻ്റെ വലതുഭാഗത്ത് ഞങ്ങൾക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്ന ഹാലലൂയ ദൈവത്തിൻ്റെ കുഞ്ഞാടേ, അങ്ങയുടെ തിരുരക്തത്താൽ അവരെ ശുദ്ധീകരിച്ച് അവരുടെ പാപങ്ങൾ, ശാപങ്ങൾ അവരെ വിടുവിച്ച് കർത്താവെ, ഹാലലൂയ അവരെ മടക്കി കൊണ്ടുവരേണ്ടതിന് വേണ്ടി ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. അടിമ വീടായ മിസ്രൈമിൽ നിന്ന് കർത്താവെ ഇസ്രായേൽ മക്കളെ മടക്കി കൊണ്ടുവന്ന് ഹാലലൂയ വാഗ്ദത്ത ദേശത്ത് എത്തിച്ച ദൈവത്തിൻ്റെ കരം കർത്താവെ ഇന്ന് ഈ സന്ധ്യാസമയത്ത് കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കൂടെ ഇരിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹാലലൂയ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന ഒരാൾക്ക് ദയവായി പ്രാർത്ഥിച്ചാലും. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. മഹത്വത്തിന്റെ പ്രത്യാശാകുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ ബുധനാഴ്ചയുടെ രാത്രിയുടെ യാമത്തിൽ കർത്താവിന്റെ സന്നിധിയിലേക്ക്, കർത്താവിന്റെ വചനവുമായി കർത്താവിന്റെ പാദപീഠത്തിലേക്ക് അടിയങ്ങൾ ഇരിക്കുമ്പോൾ കർത്താവെ, ഹല്ലേലൂയ, ഇന്ന് രാത്രികാലം കർത്താവിന്റെ കരങ്ങളിലേക്ക് അടിയങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഹല്ലേലൂയ.
ഈജിപ്തിൽ കർത്താവ് അടിമത്തത്തിന്റെ അവസ്ഥയിൽ കിടന്നപ്പോൾ കർത്താവ് ഹല്ലേലൂയ അവരെ വിടുവിച്ചുവെങ്കിൽ ഇന്ന് രാത്രി കാലം കർത്താവെ ഓ ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ഹല്ലേലൂയ എല്ലാവരെയും കർത്താവ് ഈ രാത്രികാലം മുദ്ര ചെയ്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ് ഹല്ലേലൂയ ഒരു വിടുതലേറെ കടന്നു വരട്ടെ യേശുവിന്റെ നാമത്തിൽ രൂപാലാഹരാജന ഓരോ ഭവനത്തിൽ ഇതിനകത്ത് ഈ ഡിവൈസി കർത്താവ് ആയിരിക്കുന്ന ഓരോ ഭവനത്തെയും കരങ്ങളിൽ അവരുടെ മക്കളെയും കൊച്ചുമക്കളെയും എല്ലാവരെയും കരങ്ങളിലേക്ക് ഈ രാത്രികാലം പ്രാർത്ഥിക്കുന്ന കർത്താവെ ഹല്ലേലൂയ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ ചുടാറബലി കണ്ടതിച്ചിട്ട് മുന്നോട്ടുള്ള ഓരോ ചടങ്ങുകളും ഓരോ പടവുകളും കർത്താവെ ഹല്ലേലൂയ ഒരു ചടങ്ങായി തീരാതെ കർത്താവെ ഹല്ലേലൂയ വെറും ഒരു ചടങ്ങായി തീരാതെ കർത്താവെ ആത്മീകമായ ചൈതന്യത്തിന്റെ ചടങ്ങായിട്ട് ആത്മീയമായ ചൈതന്യത്തിന്റെ വെളിച്ചത്തിലൂടെ കടന്നു പോകുന്ന ആ കുഞ്ഞുങ്ങളായി വരട്ടെ യുവതലമുറകളായി വരട്ടെ ഓ തലമുറകൾ രണ്ട് കർത്താവ് തലമുറകൾ അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരട്ടെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ചുവെങ്കിൽ ഹല്ലേലൂയ അടിമ വീടായ ഞങ്ങളുടെ ജീവിതത്തിന്റെ നടുവിലൂടെ കടന്നു പോകുമ്പോൾ ഞങ്ങളുടെ കർത്താവെ ലോകത്തിന്റെ ഇഷ്ടമല്ല കർത്താവെ അടിമത്തത്തിലേക്ക് കടന്നു ചെല്ലാതെ കർത്താവെ ഹല്ലേലൂയ വിട്ടിട്ട് കർത്താവ് വിശ്വാസമായ ജീവിതം ഞങ്ങളെ നയിക്കുമ്പോൾ വിശ്വസ്തയോടും വിശുദ്ധിയോടും വേർപാടോടുമുള്ള ജീവിതം നയിക്കുമ്പോൾ ഞങ്ങളുടെ തന്നെ അടിമത്തത്തിന്റെ നടുവിലേക്ക് കടന്നു ചെല്ലാതെ കർത്താവിന്റെ നാമം ജയമെടുക്കത്തക്ക രീതിയിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഉടലെടുക്കത്തക്ക വിധത്തിൽ കർത്താവെ ഞങ്ങളെ തന്നെ ഈ രാത്രികാലം സമർപ്പിക്കുന്നു അവിടെ ഹതഞ്ചുദൂരമതി ഹത്തറോരമതി ഹിത്തൂരുമി ഇന്ന് രാത്രി കാലം കർത്താവ് ഈ ഡിവൈസി കർത്താവ് ഞങ്ങൾ 8, 7, 8 പേരെയുള്ള കർത്താവ് അല്ലെങ്കിൽ 10 പേരെയുള്ള കർത്താവ് ഹല്ലേലൂയ 10 പേരുടെയും ജീവിതത്തിൽ മക്കളെ കൊച്ചുമക്കളെ എല്ലാവരുടെയും ജീവിതം കർത്താവ് അല്ലെങ്കിൽ ദൈവികമായിട്ടുള്ള ആലോചനയുടെ ആ ഒരു മേഖലകളിലേക്ക് കടന്നു ചെല്ലട്ടെ കർത്താവ് മറ്റുള്ളവർ പറഞ്ഞു തന്നിട്ടല്ല ഞങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ മക്കളുടെ ജീവിതം ഞങ്ങളുടെ കൊച്ചുമക്കളെ അവരവർ തന്നെ ദൈവത്തിന്റെ ആ ആത്മാവിന്റെ പരിവർത്തനം അവരിലേക്ക് തന്നെ കത്തി ജ്വലിക്കുന്ന വിധത്തിൽ കർത്താവെ അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കണേ ഇതിനകത്തായിരിക്കുന്ന ഓരോ വ്യക്തികളെയും കരങ്ങളിലേക്ക് ഇന്ന് രാത്രികാലം അല്പസമയം ഞങ്ങൾ ഇരിക്കുവാൻ കഴിഞ്ഞുള്ളെങ്കിലും കർത്താവെ 1000 ദിവസത്തിന് തുല്യമായിട്ടാണ് എന്ന് ഞങ്ങൾ കിട്ടിയേക്കുന്ന കർത്താവ് ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ കൂട്ടായ്മ ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ ആലോചന കർത്താവ് ഇറങ്ങി വന്ന് ഞങ്ങളുടെ മധ്യ ഇന്ന് രാത്രികാലം ഇരുന്ന് പ്രവർത്തിക്കുന്ന പോലെ ഞങ്ങൾക്ക് അനുഭവിച്ച് ആ രുചിച്ചറിയുവാൻ തരുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു നിങ്ങളെ പൂർണ്ണമായിട്ട് സമർപ്പിച്ചു തരുന്ന സമ്പൂർണ്ണമായിട്ട് സമർപ്പിച്ച് താഴ്ത്തി തരുന്നു അടിമ ജീവിതത്തിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിലാക്കി തന്ന ഞങ്ങൾക്ക് വേണ്ടി രക്തമൊഴുക്കി തന്ന കട്ടളയിലും പുറമുടിയിലും ഒരു സംഹാരവും പോലും ആ ഭവനങ്ങളിൽ കയറാതെ ഞങ്ങളുടെ ഭവനത്തെ കാത്തു പരിപാലിക്കുന്ന വൻകൃപകൾക്കായി കൊടാനെ കൂടി രാത്രികാലം വീണ്ടും സമർപ്പിച്ചിരുന്നു തന്നെ പ്രത്യേക കരങ്ങളിലേക്ക് ആത്മാവ് കർത്താവെ അങ്ങയുടെ ആത്മാവ് നിന്റെ മകനിലൂടെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കൃപകൾക്കായി നിന്റെ മകന്റെ ഇത്രയും ഇന്നത്തെ രാത്രികാലം ഞങ്ങൾക്ക് വേണ്ടി ഈ 600 കിലോമീറ്റർ ഓടിയിട്ടും കർത്താവിന്റെ സ്ഥലത്തിലേക്ക് കർത്താവിന്റെ ശബ്ദം പറഞ്ഞു തരാനായിട്ട് കർത്താവ് ഒരുക്കി കൊടുത്ത വൻകൃപകൾക്കായി കോടാനുകൂടി സ്തോത്രം നിന്റെ ദാസനെ അനുഗ്രഹിച്ച് ബലപ്പെടുത്തണേ കർത്താവെ മുത്തുകൾ കർത്താവെ അവിടെ അങ്ങ് നിന്റെ മകന് വേണ്ടി വെച്ചിട്ടുണ്ടല്ലോ അത് അനുഗ്രഹിക്കപ്പെട്ട വിധത്തിൽ അത് ജ്വലിക്കുവാൻ സഹായിക്കണം കർത്താവിനെയും കുടുംബത്തെ അനുഗ്രഹിച്ചോളമേ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഇന്ന് രാത്രികാലം കടന്നു വന്ന എല്ലാ കൃപകൾക്കായി സ്തോത്രം എല്ലാ കുടുംബത്തിനും ഒരു ആവശ്യങ്ങളെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കടനായ സ്തോത്രം സർവ്വതുമാനവും മഹത്വം തന്നെ ആമേൻ 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 ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഓർക്കുക മിസ്രൈമിന്റെ അടിമത്തത്തിൽ നിന്ന് ദൈവം നമ്മളെ വിടുവിച്ചിരിക്കുന്നു ദൈവം നമ്മളോട് പറഞ്ഞ കാര്യമുണ്ട് അടിമ വീടായ മിസ്രൈമിലേക്ക് നിങ്ങൾ എന്ത് വരുത് മടങ്ങിപ്പോകരുത് ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ ഓർക്കുക ഞാൻ ഇനി ഒരിക്കലും മടങ്ങിപ്പോകത്തില്ല ദൈവം നമ്മളെ വിടുവിച്ചത് നമ്മുടെ കുഞ്ഞുങ്ങൾ രാജകുമാരന്മാരെ പോലെ രാജകുമാരികളെ പോലെ ഹല്ലേലൂയ വിലയേറിയപ്പെട്ട ഹല്ലേലൂയ വിശേഷ വസ്തുക്കൾ ധരിച്ചുകൊണ്ട് മിസ്രൈമിൽ നിന്ന് ഇറക്കി ദൈവം കൊണ്ടുവന്നെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവം മാനിക്കട്ടെ തലമുറകളെ ദൈവം മാനിക്കട്ടെ നമ്മളെ ദൈവം മാനിക്കട്ടെ ഹല്ലേലൂയ ആമേൻ ആമേൻ അവരുടെ അവസ്ഥ കണ്ടുകൊണ്ട് മറ്റുള്ളവർ ചോദിക്കും ഹല്ലേലൂയ ആമേൻ ആമേൻ ഹല്ലേലൂയ അങ്ങനെയെങ്കിൽ ദൈവം എല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ താങ്ക് യു സീ യു ഓൾ നെക്സ്റ്റ് വീക്ക് അടുത്ത ആഴ്ച നമുക്ക് കാണാം